ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു നാടൻ ഞണ്ട് പെരളനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മളെ സാധാ നാടൻ ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. നല്ല കിഡു ടേസ്റ്റാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. പെരളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ 3 ഞണ്ടാട്ടോ എടുത്ത് 3 ഞണ്ട് ക്ലീനാക്കി കഴുകി ഞാൻ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും തേച്ച് വെച്ചാൽ കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി മസാല ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ പുരട്ടി വെച്ചാണേ. ഇതിനിവിടെ മാറ്റി വെക്കട്ടെ. കടായി ഒരു സോസ് പാൻ വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടേ. അത് ചൂടാൻ വെച്ചിട്ടുണ്ട്. തീ ഓണാക്കിയിട്ട് ആ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ മസാലക്കൂട്ട്, ഇത് വലിയ ജീരകം, നമ്മുടെ പെരുംജീരകല്ലേ, അതൊരു ടീസ്പൂണ്, പിന്നെ ഒരു 5 or 6 വെളുത്തുള്ളി, വലിയ അല്ലിയാണെങ്കിൽ 5 മതി, ചെറുതാണെങ്കിൽ 6 എടുത്തോളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ 1.5 ടീസ്പൂൺ കുരുമുളക്. ഇത് 3 കൂടി മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് തരിതരിയായിട്ട് പൊടിച്ചെടുത്താട്ടോ. ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ചെറിയ തരിതരിയൊക്കെ ഉണ്ട്, അരിഞ്ഞു പോയില്ല, അങ്ങനെ എടുത്താൽ. ഇത് നമ്മൾ ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ട് ഞാൻ ഇതിലൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കട്ടെ. നന്നായിട്ടൊന്ന് അത് നന്നായി ആ മണമൊക്കെ മാറി, പച്ചമണമൊക്കെ മാറി വെളിച്ചെണ്ണയിൽ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇത്തിരി കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത്തിരി ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കേ. ഞാൻ കുറച്ച് ചെറിയുള്ളിയാണ് ചേർക്കാൻ പോകുന്നത്. വലിയ ഉള്ളിയോ എടുക്കാം, ചെറിയുള്ളിയാണ് ടേസ്റ്റ്. വലിയുള്ളി സവാള ആണെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കിയിരുന്നത്, ഇതൊരു 20 എണ്ണം ഉണ്ടാവും, അത്രേ ഉള്ളൂ. വലിയതായിരുന്നു, അതുകൊണ്ട് 20, ചെറുതാണ് 25ഓളം എടുത്തോളൂ. അതും കൂടി ഇട്ടിട്ട് നന്നായി ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റിയെടുക്കാൻ പോവുകയാണേ. നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി ഉപ്പ് ഇട്ടിരുന്നു കേട്ടോ ഞാൻ. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്തെടുക്കേ. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് നിറച്ചുണ്ട്, 1 ടേബിൾ സ്പൂൺ നിറച്ചും മല്ലിപ്പൊടി, അതേപോലെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി. തീ കുറച്ചിട്ടിട്ട് ചേർക്കാതെ കരിഞ്ഞു പോവും. ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇതിൻ്റെ കൂടെ നമ്മളെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇല്ല, വലിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ്, ചെറുതാണെങ്കിൽ നിങ്ങൾ 2 എണ്ണം എടുത്തോളൂ കേട്ടോ. അതും കൂടി ചേർത്തെടുത്ത് നന്നായി വഴറ്റി കൊടുക്കട്ടെ. എന്നിട്ട് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കുക. നമ്മുടെ തക്കാളി ഇതിലേക്ക് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കേട്ടോ, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. നമ്മൾ പെരളനല്ലേ, അധികം വെള്ളം വേണ്ട, നോക്കിയിട്ട് വേണം. ഈ മസാല ഒന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ ക്രാബ് ചേർത്ത് കൊടുക്കുക. ഒന്ന് അടിച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കട്ടെ. മസാല മാത്രം ആദ്യം. ഇതാ നമ്മുടെ മസാല ഒക്കെ ഒന്ന് തിളച്ച് ഇത്തിരി എണ്ണൊക്കെ ഒന്ന് മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ക്രാബ് ചേർത്ത് കൊടുക്കുക. ഇതിലധികം വെള്ളമല്ല, കാരണം ഇതൊക്കെ വേവിക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. ഇത് ചെറിയ തീയിലൊന്ന് അടിച്ച് വെച്ചിട്ട് നന്നായി ക്രാബ് വേവിച്ചെടുക്കണം. ചെറിയ തീയിലൊന്ന് ഇരിക്കട്ടെ. ഇതാ നമ്മുടെ ഞണ്ടൊക്കെ ഏകദേശം ആയിട്ട് കണ്ടോ, വെള്ളം ഇറങ്ങിയ ഞണ്ടെന്ന്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ കാഷ്യൂനട്ട് പീസ്, അണ്ടിപ്പരിപ്പ് ബോയിൽ ചെയ്ത് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ട് പേസ്റ്റ് ആക്കി. ഞാൻ എല്ലാ റെസിപ്പിയിലും ചേർക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടി നമുക്ക് അടിച്ചു വെക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് എല്ലാത്തിലും കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. നമ്മൾ ഞണ്ട് പെരളനൊക്കെ ഇവിടെ വെന്തുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് ഇത്തിരി കരിവേപ്പില ഇട്ട് കൊടുക്കുക, അതേപോലെ മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരിത്തിരി ചെറുനാരങ്ങ നീര് 1/2 ടീസ്പൂണുകളിൽ ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെയോ ചേർത്തില്ലേ അങ്ങനെ. അതേപോലെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല. ഇതൊന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. വെള്ളമൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ്. ഇതേപോലെ ഇതിലിപ്പോൾ വെള്ളം കുറവാണ്, പെരളനല്ലേ, അപ്പോൾ ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഇത് ചോറിനാട്ടോ ഏറ്റവും ബെസ്റ്റ്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടോ, അത് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത്
ഇത്തിരി നമുക്കിഷ്ടമുള്ള അത്ര പച്ച വെളിച്ചെണ്ണയാണ് ഞാനൊരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുകയാണേ. 1.5 ടീസ്പൂണോ ഇല്ല, 1 ടീസ്പൂൺ എണ്ണയേ ഉള്ളൂ. അത് ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് അടിച്ചട വെക്കുക. അത് കുറച്ച് നേരം അടിച്ച് വെക്കണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് നമ്മൾ സാധാ നാടൻ ചോറിൻ്റെ കൂടെ. ചട്ടിച്ചോറൊക്കെ അല്ലേ അതിൻ്റെ കൂടെ ഇത് ചോറിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.